ഏറ്റവും ഒടുവിൽ കന്യാസ്ത്രീകളെ സർക്കാർ പിന്തുണച്ചില്ല ഈ കോടതിയിൽ നിന്നാണ് പുറത്തു വരുന്ന വിവരം. കോടതി വിധിയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഉന്നയിച്ച വാദം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നും ഈ കേസ് സെഷൻസ് കോടതിയുടെ പരിധിയിൽ വരുന്നതല്ല എന്നും ഇത് NIA കോടതി പരിഗണിക്കേണ്ട കേസാണെന്നും അതുകൊണ്ട് ഈ ജാമ്യാപേക്ഷ ഇവിടെ അതിലെ വാദം പോലും ഇവിടെ കേൾക്കാൻ പാടില്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ BJPയുടെ ഈ ഇരട്ടത്തപ്പ് എന്ന് പറയാവുന്ന നിലപാടിന് എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അതായത് ബജ്രംഗ് ദളിന്റെ വക്കീൽ ഉന്നയിച്ചതും പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെന്റിന്റെ വക്കീൽ ഉന്നയിച്ചതും ഒരേ വാദം തന്നെയാണ്. അതായത് BJPയും ബജ്രംഗ് ദളും സംഘപരിവാർ സംഘടനകളും എല്ലാം ഭായിയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം വാദം യഥാർത്ഥ വാദമുഖം ഇവരുടെ യഥാർത്ഥ നിലപാട് ഒന്നായിരിക്കും. ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ നാടകം കളിക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ പൊട്ടം കളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, BJPയുടെ നാടകമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്തായാലും കന്യാസ്ത്രീകൾ ജയിലിലാണ്. അവരെ കണ്ടിറങ്ങിയ സഹോദരന്മാർ കണ്ണീര് പൊഴിച്ചു നിൽക്കുന്ന കാഴ്ച ഇന്ന് കോടതിയുടെ ജയിലിന് മുന്നിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നു. ഇനിയും അധികം ദിവസം ജയിലിൽ കഴിയേണ്ടി വരുമല്ലോ എന്ന ആശങ്ക കന്യാസ്ത്രീകൾക്കുണ്ട്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അവർ നിലത്താണ് കിടക്കുന്നത്, അവരുടെ സെല്ലിൽ 53 പേർ വേറെയുണ്ട്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സാധ്യത ഇന്നെന്തായാലും തെളിഞ്ഞു വന്നിട്ടില്ല. ഇനിയിപ്പോൾ NIA കോടതിയിൽ പോയി വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.